നിന്റെ തിരുനാമം പൂജിതമാകണമേ. നിന്റെ നിന്റെ രാജ്യം വരയണമേ. നിന്റെ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടങ്ങളും നന്മ പാപങ്ങളും നിറഞ്ഞ ഞങ്ങളോട് മറിയമേ, നിനക്ക് ക്ഷമിക്കണമേ. സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. ഷൈനി, ഞാൻ രാവിലെ പോവുകയാണേ. അതെന്തറിയുന്ന പെട്ടെന്ന്? എനിക്ക് പോണം ഷൈനി. 3-ാം തരംഗാന്നാ കേൾക്കുന്നേ. ഇപ്പൊ പോയില്ലേ ഞാനിവിടെ പെട്ടുപോകും. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്ന പോവാനുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ചെയ്യാറിയേ. അതൊന്നും നടക്കത്തില്ല. വല്ല ലോക്ക്ഡൌണും വന്നാ എന്റെ കൊച്ചുങ്ങൾ എന്നെ കാണാതെ തകർന്നു പോകും. ഞാൻ രാവിലെ പോവും ഷൈനി. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ആരെങ്കിലും അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് കൊള്ളാം. എല്ലാവർക്കും പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ഞാനാ. ഞാൻ രാവിലെ എന്തായാലും പോവും ഷൈനി. ഷൈനി, പൈസ വേണം. നാളത്തെ എല്ലാ കാര്യങ്ങളും തീർത്തിട്ടേ ഞാൻ പോവും. പക്ഷെ രാവിലെ തന്നെ പോകും. അല്ല ഷൈനി, 7-8 ദിവസത്തെ കുറവുണ്ടല്ലോ. അപ്പനെ ഇങ്ങോട്ടില്ല അല്ലേ? ഷൈനി, രാവിലെ തന്നെ തുണിയെല്ലാം മാറിയേക്കണം. രാത്രി മോഷൻ എങ്ങാനും പോയാൽ രാവിലെ ആകുമ്പോഴേക്കും ഒരു പരുവാവും. പിന്നെ ഉറങ്ങാനുള്ള ഗുളിക ഒരെണ്ണത്തിൽ കൂടുതൽ. നീ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാനല്ലേ ചെയ്തോണ്ടിരുന്നേ. എനിക്കറിയാം. അതിൻ്റെ കാണാനും ഉണ്ടായിരുന്നു. നുന്നപ്പാ, ഓ, ഒരെണ്ണം കൂടി ഇങ്ങനെ എടുക്കടാ. ഇത് മതിയോ? അത് വലുതല്ലേ, ചെറുതെട്. ഇപ്പൊ ശരിക്ക് തരാം. എടുക്കടാ വേഗം. കയ്യിലൊന്നും അടിച്ച് പിടിപ്പിച്ചേക്കല്ലേ. ആശുപത്രി പോലും പോകാൻ പറ്റാത്ത നേരം. ഇച്ചിരി ഒന്ന് ഇളകി കിടന്നാ മതി. എല്ലാം കൂടെ കയറി കുത്തി നാശമായിക്കോളെ. ഡാ, കയ്യോ കാലോ മുറിച്ചോണ്ട് വന്നാലേ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. എനിക്കിപ്പോ 2 ഡേയായിട്ട് കയ്യോ കാലം മുറിയണോ? അത് മമ്മിയുടെ മൂട് പോലെയല്ലയോ? പൊളിച്ചില്ലേ അപ്പച്ചാ? പിന്നില്ലേ. നുന്നപ്പ ക്ഷീണിച്ചോടാ? ഞാൻ ക്ഷീണിച്ചില്ല. അപ്പച്ചനോ? ഓ, കാണ്ടാ മാട് പോലെ വർക്ക് ചെയ്തിട്ടിരിക്കുക. എന്നിട്ട് എനിക്കൊരു ക്ഷീണമില്ല. പിന്നെ ജോയേ, ഞാൻ ആ പൂവിനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഒന്ന് വന്ന് കൊന്നുക. മീൻകാരന്മാരും വന്നില്ല. കറി വെക്കാൻ ഒന്നുമില്ല ജോയേ. കാലത്തെ വന്ന് ചിരട്ട എടുക്കുന്ന പണിയാ എനിക്ക്. അതിന്റെ ശമ്പളം മതി. കോണിയൊക്കെ എല്ലാം പോകും. ഇവനെയൊക്കെ വെച്ച് പണിയെടുത്താൽ നമ്മൾ ചിരട്ട എടുക്കും. തൊട്ടനും പിടിച്ചനൊക്കെ കാശ് വേണം. ഒരു സഹായം ചെയ്യാൻ പറഞ്ഞാൽ അവന്റെ കോണങ്ങ് മാറും. ഓ പിന്നെ ഉണ്ടോ. ചാച്ചതിന്റെ പരുവൊന്ന് നോക്കിയേക്കണേ. ഓ, കൈ ചൂട് കൂടുതലാണോ?
നുന്നപ്പ ഇങ്ങ് വന്നേടാ, അമ്മച്ചി ഒന്ന് കാണട്ടെ. ചാച്ചാ കൈയൊന്നും തട്ടാതെ സൂക്ഷിക്കണേ. പുറമൊക്കെ വല്ലാത്തൊരു കണ്ടീഷനിലായിരിക്കാം. എന്നാ പിന്നെ കൊച്ചിന് ഇത്തിരി കൂടെ ഗ്ലാമർ ആവാം. ചാച്ചാ ആ ബക്കറ്റിലെ വെള്ളം ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കളഞ്ഞേക്കണേ. പുറത്തേക്ക് ഒഴിക്കണ്ട. നുന്നപ്പനെവിടെ? നിങ്ങൾ കഴിക്കുന്നില്ലേ? ഞങ്ങൾ പിന്നെ കഴിച്ചോളാം ചാച്ചാ. ചിക്കൻ. പിന്നെ എന്തോ വേണം? ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം അസുഖം. അതെന്തൊരു കോണത്തിലെ വർത്തനാടി. നിങ്ങൾ എന്റെ തോളിലോട്ട് കയറാതെ ആരെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യ്. ഈ കൊറോണയുടെ സമയത്ത് ആരെ അറേഞ്ച് ചെയ്യാനാണ്? എവിടെന്നാണ്? ആ ഗണേശ് സാറിന്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് റീച്ചായ. ആ പ്രതിഭണ്ണനോട് എങ്ങാനും പറ. പിന്നെ MLA അല്ലേ ഹോം നേഴ്സിനെ ഉണ്ടാക്കുന്നത്? വേണ്ട, ബാക്കിയുള്ളവരുണ്ടായിരുന്ന ജോലിയും കളഞ്ഞു. വയ്യാണ്ടായ നമ്മൾ നോക്കണം ഷൈനി, നന്നായി നോക്കണം. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ ദൈവം തമ്പുരാൻ നോക്കിക്കോളൂ.
എന്റെ അമ്മച്ചിയല്ലേ ഷൈനി? അമ്മച്ചി ആരുടേതാണെങ്കിലും മലം മലോ, മൂത്രം മൂത്രം. എന്നിട്ട് ഒന്നും കഴിച്ചില്ലയോ? കഴിച്ചു. ഇതിപ്പോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ? വന്നു നിന്ന് നോക്കാൻ പറയാനും പറ്റത്തില്ല. എന്താ പറ്റാത്തെ? വന്നത് നോക്കട്ടെ. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ, ആമക്കൾ നോക്കിയാൽ പറ്റത്തില്ലേ? ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാൽ പിന്നെ നമ്മളെങ്ങനെ കാണും? അങ്ങേർക്ക് ജോലിയില്ലേ? 25,000 കുണുവാക്കി അവിടെ പോയി കിടക്കുക. ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും 9,000. ചെയ്യത്തില്ല. മാവിയുടെ ഇരുമ്പ് കട. തലസ്ഥാനത്തെ കാറ്റ് അയാൾക്ക് പിടിക്കൂ. അയാൾ എസ്കേപ്പ് അടിച്ച് നിൽക്കുക. അവിടെ നിൽക്കട്ടെ, അതാ നല്ലത്. നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റിയില്ലേ പിന്നെ